ഹായ് ഡിയർ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഡബിൾ ഡെക്കർ ബസ്സിലൊന്ന് യാത്ര ചെയ്താലോ? ആദ്യമേ തന്നെ ഇത് അനുവദിച്ച് തന്ന നമ്മുടെ ഗതാഗത മന്ത്രി ശ്രീ ഗണേഷ് കുമാറിന് ഒരു വലിയൊരു നന്ദി പറയുന്നു കേട്ടോ. ഇതിന് 3 ട്രിപ്പാണുള്ളത്. വൈകുന്നേരം 4 മണിക്ക്, 6:30ക്ക്, പിന്നെ 9 മണിക്ക്. ഞാൻ 4 മണിയുടെ ട്രിപ്പാണ് സെലക്ട് ചെയ്തത് കേട്ടോ. താഴത്തിരിക്കുന്നതിന് 100 രൂപയും മുകളിലിരിക്കുന്നതിന് 200 രൂപയാണ് അതിൻ്റെ ചാർജ്. ഓൺലൈൻ വഴിയാണ് അത് ബുക്ക് ചെയ്യുന്നത്. അതിൻ്റെ റൂട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ എറണാകുളം ബോട്ട് ജെട്ടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് എറണാകുളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ബിസിനസ് ഏരിയയായ മേനക വഴി, മറൈൻ ഡ്രൈവ് വഴി, ഗോശ്രീ പാലം കടന്ന് കാളമുക്കിലെത്തി അവിടെ നിന്ന് തിരിച്ച് ഹൈക്കോർട്ട് വഴി MG റോഡിലൂടെ ജോസ് ജംഗ്ഷൻ തേവര വഴി കോപ്പ് അവന്യൂ എത്തി ഷിപ്പ്യാർഡ് മഹാരാജാസ് കോളേജ് സുഭാഷ് പാർക്ക് വഴി തിരിച്ച് സ്റ്റാൻഡിലെത്തും. 200 രൂപയ്ക്ക് യാതൊരു നഷ്ടവും ഇല്ല കേട്ടോ. ഞങ്ങൾ പോകുമ്പോൾ അതിലൊരു കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. എന്നിട്ട് ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ആ ബസ്സിൻ്റെ മുകളിൽ വെച്ച് നടത്തുകയൊക്കെ ചെയ്തു. കേക്ക് മുറിക്കലും അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. ഇത് കണ്ടക്ടർ ചേട്ടനാണ്. ചേട്ടൻ ഓരോ സ്ഥലത്തെത്തുമ്പോൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. നമുക്ക് തോന്നും ദൈവമേ തല മരത്തിൻ്റെ മുകളിൽ ഇടിക്കുമോ അങ്ങനെയൊക്കെ തോന്നും കേട്ടോ. പക്ഷെ അതൊക്കെ അവർ ട്രയൽ റണ്ണൊക്കെ നടത്തിയിട്ടാണ് വണ്ടി ഓടുന്നത്. എങ്കിൽ കൂടിയും ടൗണിലൊക്കെ എത്തുമ്പോൾ നമ്മളോട് എഴുന്നേറ്റ് നിൽക്കരുത് എന്ന് പറയും. കണ്ടോ മരങ്ങൾ പോകുന്ന കണ്ടോ. പിന്നെ പാലത്തിൻ്റെ മേലേക്ക് എത്തുമ്പോൾ ചേട്ടായി പറയും ഇനി എഴുന്നേറ്റ് വന്നോ. അപ്പോഴുണ്ടല്ലോ എന്തൊരു ഫീലാണെന്നറിയോ, നമ്മളിങ്ങനെ ആകാശത്തോടെ പറന്നു പോണൊരു ഫീല്. നിങ്ങൾ കുഞ്ഞു മക്കളെയും കൊണ്ടൊക്കെ ഇതിലൊന്ന് പോകണം. ഇതിനൊന്നും അധികം ചിലവില്ലല്ലോ, വെറും 200 രൂപയല്ലേ ഒരാൾക്ക് വരുന്നുള്ളൂ. അവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഒരു പുതിയൊരു അനുഭവം തന്നെയാണ് അത്. അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്താലല്ലേ അറിയുള്ളൂ. പിന്നെ കാലാവസ്ഥയൊക്കെ നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യണം കേട്ടോ. മഴയായി കഴിഞ്ഞാൽ ചിലപ്പോൾ കുടയൊക്കെ പിടിച്ചിരിക്കേണ്ടി വരും, കാരണം മോൾ ഭാഗം ഓപ്പണാണ്. അപ്പോൾ പിന്നെ വൈകുന്നേരത്തെ ഞാൻ 4 മണിയുടെ ട്രിപ്പാണല്ലോ സെലക്ട് ചെയ്തത്. അപ്പോൾ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് വല്ലാർപാടം വഴിയൊക്കെയാണ് പോകേണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം നമുക്ക് കാണാൻ പറ്റും. ബസ്സിൽ പിന്നെ നല്ല അടിപൊളി പാട്ടൊക്കെ ഉണ്ട് കേട്ടോ. കൂടുതൽ ആളുകളും മുകളിലത്തെ ഭാഗം തന്നെയാണ് സെലക്ട് ചെയ്യണത്. അവിടെ ഇരിക്കുമ്പോഴാണ് കുറച്ച് വൈബ് കൂടുതലായിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. തിരിച്ചു വരുമ്പോഴേക്കും ഇരുട്ടായി തുടങ്ങി. സൂര്യാസ്തമയമൊക്കെ കാണാൻ കഴിഞ്ഞു. അതുപോലെ മഴവില്ല് കാണാൻ കഴിഞ്ഞു. ഞങ്ങളുടെ കൂടെ ഏതോ ഒരു സ്കൂളിലെ കുറച്ച് കുട്ടികളും ഉണ്ടായിരുന്നു. അതുങ്ങൾക്കൊക്കെ ഭയങ്കര ഹാപ്പിയായി അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ.